ഹലോ ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അതെ, അപ്പോൾ സോഹയാണ് ഇന്ന് സ്വാഗതം പറഞ്ഞിരിക്കുന്നത്. കാരണം സോഹയ്ക്ക് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സോഹനെ കൊണ്ടുവരാം, കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാനുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈക്കും ഷെയർ പിന്നെ കമന്റ് ചെയ്യുക. അതെ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, സോഹയ്ക്ക് വേറെ എന്തും പറയാനില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. എനിക്കാണെങ്കിൽ കുറച്ച് ഐറ്റംസ് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഓപ്പണായിട്ട് പറയാം. അപ്പോൾ ട്രെൻഡിയോളിനാണ് വന്നിരിക്കുന്നത്. അവർ നമുക്ക് അയച്ചു തന്നതാണ്. ഓൾമോസ്റ്റ് 10,000 രൂപയുടെ അടുത്ത് സാധനങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും വാങ്ങാമെന്നുള്ളതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കും ലഭിക്കാമെന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വന്ന സാധനങ്ങൾ നിങ്ങളെ ഞാൻ കാണിക്കാൻ പോവാണ്. ഒരു ബോക്സ് നിറയെ, അതെ, എന്താണിത് സോഹ? എന്താ ബോക്സിൽ കിച്ചൺ സ്റ്റഫ്. ഇതിനകത്ത് സോഹ ഇംഗ്ലീഷ് പറഞ്ഞ, മലയാളം അറിയില്ലേ? കുഴപ്പമൊന്നുമില്ല, പറഞ്ഞോ, യു ക്യാൻ. സോഹയ്ക്ക് മലയാളത്തിന് കുറച്ച് പ്രശ്നമുണ്ട്. ആള് ഇംഗ്ലീഷിലൊക്കെയാണ് കേട്ടോ. അപ്പോൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാൻ ചാൻസ് ഉണ്ട്. എന്താ സോഹ ഇതിനകത്തുള്ള? ഒന്ന് ബോക്സ് പോലത്തെ. ആള് ഞാൻ പറഞ്ഞില്ലേ, ഇംഗ്ലീഷ് മലയാളം പറയുമ്പോൾ കുറച്ച് പ്രശ്നമാണ്. ഇംഗ്ലീഷ് ആണെങ്കിൽ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കും. അപ്പോൾ കുറേ ടീൻസ് ഇതിനകത്ത് ഉണ്ട് കേട്ടോ. ഞാൻ ടീനെല്ലാം കാണിക്കുകയാണ്. ടുഗെദർ ആയിട്ട് കുറേ ടീൻസാണ് നമുക്ക് വന്നിരിക്കുന്നത്. ടീൻസ് എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ അടുക്കളയിൽ സാധനം അടുക്കളയിൽ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ജാർസ്. ഇപ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന. ഓക്കെ, പ്ലാസ്റ്റിക് ആണല്ലേ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് പ്ലാസ്റ്റിക് ആണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇത് നിങ്ങളെ കാണിക്കാണ്. ഇതിനകത്ത് കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ട്. പിന്നെ ഇതൊക്കെ ഇതിൻ്റെ ടോപ്സ് ആണ്. അടുപ്പ് ഇതൊക്കെ കൊണ്ടാണ് ഞാൻ സോഹയും കൂടെ കൂട്ടിയത്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയും ആള്. സ്റ്റിക്കേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ടിൻസിനകത്ത് ഇതൊക്കെ നമുക്ക് ഒട്ടിക്കാൻ പറ്റും. ഇതെല്ലാം ഇതിൻ്റെ അടപ്പാണ് കേട്ടോ. സോഹ അതൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആക്കി തന്നെ. നമുക്കിത് ഒരു 12 പീസ് വന്നിട്ടുണ്ട്. ഞാൻ ഇതിന് പൈസയൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. ഇതെനിക്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിലാണ് അവർ നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. ചില ആൾക്കാരൊക്കെ ഇതുപോലെയുള്ള വീഡിയോസ് ചെയ്യുന്നത് കാണാം. അവർ പറയും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയതാണ്. പക്ഷേ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതല്ല. ഞാൻ വാങ്ങിയതാണെങ്കിൽ വാങ്ങിയതെന്ന് പറയും. ഇതൊക്കെ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് കേട്ടോ. ഇത് മാത്രമല്ല, കുറേ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ കാണിക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് സ്റ്റിക്കർ, ഇതിൻ്റെ കൂടെ സ്റ്റിക്കറും കൂടി തന്നിട്ടുണ്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്യാനുള്ളത്. ഇതൊക്കെയാണ് ഇതിൻ്റെ സ്റ്റിക്കേഴ്സ്. അപ്പോൾ സോഹ എന്ത് ചെയ്യുക, സോഹ ഇതൊക്കെ പോയിട്ട് സ്റ്റിക്കർ ചെയ്തിട്ട് വാ. ഓക്കെ, അവിടെ എവിടെയെങ്കിലും ഇരുന്നിട്ട്. അപ്പോൾ സോഹ ഇതെല്ലാം സ്റ്റിക്കർ ചെയ്തിട്ട് സെറ്റ് ആക്കിയിട്ട് വരും. കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, അയക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ജസ്റ്റ് വെയിറ്റ്. സോഹയ്ക്ക് ഇത് എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് എടുത്തു കൊടുക്കട്ടെ കേട്ടോ. ഇത് 12 പീസ് നമുക്ക് അടുക്കളയിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ യൂസബിൾ ആണ്. നമ്മൾ പിന്നെ ഇവിടെ ഓൾറെഡി എല്ലാം വാങ്ങിച്ചതായത് കൊണ്ട് ഇപ്പോൾ യൂസബിൾ അല്ല. എന്നാലും ഞാൻ അടുക്കളയിലോട്ട് ഇത് ഉപയോഗിക്കാൻ പോവാണ് കേട്ടോ. കാരണം ഈ സാധനം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. നല്ല പ്ലാസ്റ്റിക് ആണ്. ഇങ്ങനെയുള്ള തല്ലിപ്പൊളി പ്ലാസ്റ്റിക് ഒന്നുമല്ല, നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റമാണ്. പക്ഷെ അതുകൂടാതെ നമ്മുടെ ഒരു കോഡ് ഉണ്ട്. നമുക്കൊരു കോഡ് അവർ തന്നിട്ടുണ്ട്. ആ കോഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കും 50% ഓഫർ കിട്ടും. ഓക്കെ, നിങ്ങൾ പർച്ചേസ് ചെയ്യണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. വേണമെങ്കിൽ ആ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആവശ്യമുള്ളവർ പോയിട്ട് വാങ്ങുന്നെങ്കിൽ വാങ്ങിക്കോളുക, നിർബന്ധമൊന്നുമില്ല കേട്ടോ. സോഹ ഇതിനൊക്കെ പോയിട്ട് സ്റ്റിക്കർ ചെയ്ത് വരട്ടെ. ഓക്കെ, സോഹ പോയിക്കോളൂ. അല്ല, ഇതൊക്കെ ഞാൻ എടുത്ത് വരുമ്പോൾ എൻ്റെ ടൈം ഒന്ന് പോകും. ആളിതെല്ലാം എന്നോട് പറയുകയാണ് ഇതൊക്കെ എടുത്തിട്ടാണ്. ഇതൊക്കെ ഓൾറെഡി സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല, അതൊന്നും കുഴപ്പമില്ല. ഓക്കെ, മോള് അങ്ങോട്ട് പോയിക്കോ. ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ കാണിക്കട്ടെ. അപ്പോൾ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ കാണിക്കാം. ഇപ്പോൾ സോഹന ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ നമുക്കിതൊന്നും കാണാൻ പറ്റില്ല. ആളിപ്പോൾ ആ ഒരു ഇത് കണ്ടെയ്നർ തന്നെയുണ്ട്. കുറച്ച് ഡ്രസ്സ് ഐറ്റംസ് വന്നിട്ടുണ്ട്, അതും കൂടി ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിരുന്നു, നമുക്ക് എന്തൊക്കെ വേണം എന്നുള്ളത്. അപ്പോൾ ഞാൻ ചൂസ് ചെയ്ത ഡ്രസ്സാണ് ഇത്. നല്ലൊരു ഗൗണാണ് കേട്ടോ. ഞാൻ കൂടുതലും യൂസ് ചെയ്യുക ഇതുപോലെയുള്ള ഡ്രസ്സ് തന്നെയാണ്. ഇതിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സാണ്. ഓക്കെ,
താഴെ എത്തുമ്പോഴേക്കും നല്ല രീതിയിൽ ഫ്ലെയർ വന്നിട്ടുള്ള ഡ്രസ്സാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ കൂടുതലും യൂസ് ചെയ്യുക ഇതുപോലെയുള്ള ഡ്രസ്സ് തന്നെയാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിപ്പോൾ നമ്മളൊരു കോഡ് സെറ്റൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അത്രയും കംഫർട്ടബിൾ അല്ല. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നത് കോഡ് സെറ്റാണ്, പക്ഷേ പിന്നെ ഇതിലൊന്നും ഞാൻ അത്രയും കംഫർട്ടബിൾ അല്ല. ഇതുപോലെയുള്ള വലിയ ഇങ്ങനെയുള്ള ഡ്രസ്സാണെങ്കിൽ ഞാൻ വളരെയധികം കംഫർട്ടബിളാണ്. ഇതിങ്ങനെയാണ് ഡിസൈൻ വരുന്നത് കേട്ടോ. നമുക്ക് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വരും. ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ റിസീവ് ചെയ്യുന്നത്. പിന്നെ വേറെ എന്തോ അന്നൊരു ദിവസം റിസീവ് ചെയ്തിരുന്നെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതും. ഇത് UAE നിന്ന് വന്നതാണ് കേട്ടോ. കണ്ടല്ലോ, അടിപൊളിയാണ് ഈ ഡ്രസ്സ്. അപ്പം നിങ്ങൾക്കൊക്കെ ഇതും കിട്ടും, കാരണം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എല്ലാവരും ട്രൈ ചെയ്യണം, എല്ലാവർക്കും കിട്ടണം. നമുക്ക് ഒരാൾക്ക് മാത്രം കിട്ടിയിട്ട് കാര്യമില്ല, എല്ലാവരും നല്ല രീതിയിൽ പോകണം എന്നുള്ളതാണ്. ഇത് സോഹയ്ക്ക് വന്ന ഡ്രസ്സാണ് കേട്ടോ. ഒരു മിനി മൗസിൻ്റെ ഡ്രസ്സാണ്. ഇത് നല്ല ബ്രാൻഡാണ്, സാറ ബ്രാൻഡാണ്. ഇതാണ് അതിൻ്റെ കൂടെയുള്ളത്. ഇതിനും അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. ഇങ്ങനെയുള്ള ഡ്രസ്സല്ല കേട്ടോ. ഓൾമോസ്റ്റ് 150 ദിർഹം അങ്ങനെ എന്തോ ഒരു വിലയുണ്ട് ഇതിന്. ഇതൊക്കെ നമുക്ക് അവർ അയച്ചു തന്നതാണ് കേട്ടോ. ഇതിങ്ങനെയാണ് വരിക. ഓക്കെ, ഇതിനകത്ത് ഈ ഇന്നറും. നല്ല ഡ്രസ്സാണ് കേട്ടോ. കണ്ടല്ലോ, എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ചില ആൾക്കാരുടെ ഇതൊന്നും കാണിക്കില്ല, പക്ഷെ എനിക്ക് നിങ്ങളെ കാണിക്കണമെന്നുണ്ട്. അതുകൊണ്ടാണ്. ഞാനാണെങ്കിൽ എല്ലാവർക്കും നമുക്ക് ഓർഡർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, എല്ലാവർക്കും ഓർഡർ ചെയ്തു. അപ്പോൾ ഇത് മോൻക്ക് വന്ന ഒരു ഹുഡീസാണ് കേട്ടോ. ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഇത് മോൻ്റെത്. അപ്പോൾ ആർക്കും വിഷമൊന്നും വേണ്ടല്ലോ, എല്ലാവർക്കും ഉണ്ടെങ്കിൽ ഒരു സന്തോഷമെന്ന് വെച്ചിട്ട് ഞാൻ എല്ലാവർക്കും ഓർഡർ ചെയ്തു. ഇത് ഇക്കയുടെയാണ്. ഇക്കയ്ക്ക് ഒരു ഷർട്ട്. ഇത് പോളോയുടെ ഷർട്ടാണ് കേട്ടോ. അപ്പോൾ ഓഫീസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷർട്ടാണ്. ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സാണ്. അപ്പം നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നപ്പോൾ ഇക്ക വിചാരിച്ച് ഞാൻ തമാശ പറയാമെന്ന്. അപ്പോൾ ഇക്ക അതിലേറ്റവും വില കൂടിയ ഷർട്ടാണ് ചൂസ് ചെയ്തത്. പക്ഷെ ആ ഷർട്ട് ഇന്നലെ നമുക്ക് വന്നു. അപ്പോൾ ആൾ കാണിച്ചപ്പോൾ ആൾ ചിരിക്കുന്നുണ്ടായിരുന്നു. കാരണം ആൾ വിചാരിച്ചില്ല ഒരിക്കലും ഇങ്ങനെയുള്ളൊന്നും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് നമ്മൾ ഒരിക്കലും ലൈഫിൽ പോലും ചിന്തിക്കുന്നില്ലല്ലോ. കാരണം ഇത് UAE ആയതുകൊണ്ട് നമുക്കെല്ലാം ക്യാഷ് കൊടുത്ത് വാങ്ങണം. അതെല്ലാം നല്ല രീതിയിൽ കൊടുത്തു വാങ്ങണം. ഇത് കുഞ്ഞിൻ്റെയാണ് കേട്ടോ. ബേബിയുടെ ഡ്രസ്സ് ഇതും അടിപൊളിയാണ്. നല്ല ജീൻസാണ്, ഭയങ്കര രസമാണ്. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. കണ്ടല്ലോ. ഇതുകൂടാതെ എനിക്കൊരു കോഡ് സെറ്റും കൂടി വന്നിട്ടുണ്ട്. അത് ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഒരു പർപ്പിൾ കളർ കോഡ് സെറ്റ് വന്നിട്ടുണ്ട്. അതും നല്ല മെറ്റീരിയലാണ് കേട്ടോ. അപ്പം നമുക്കൊരു സോഷ്യൽ മീഡിയ ഉണ്ടെങ്കിൽ, നമ്മളൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടും. അത് നമ്മൾ നല്ല രീതിയിൽ ഇങ്ങനെ പബ്ലിക്കിലോട്ട് കാണിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അവർക്ക് നല്ല രീതിയിൽ ഓർഡേഴ്സ് കിട്ടും. ഇപ്പോൾ ഈ ട്രെൻഡിയോ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ട്രെൻഡിയോളത്ത് പോയി പർച്ചേസ് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർക്ക് ബിസിനസ് കിട്ടും. ഓക്കെ, അതുപോലെ നമ്മുടെ വീഡിയോസ് മറ്റുള്ളവരിലോട്ട് ഷെയർ ചെയ്യുകയും ചെയ്യും. അതുകൂടാതെ എൻ്റെ ഈ കൂപ്പൺ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 50% ഓഫറും കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. പിന്നെ കുറച്ച് ഐറ്റംസും കൂടി വരാനുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതും കൂടി വരും. അപ്പോൾ അത് ഞാൻ എന്തായാലും ഷോർട്ട് വീഡിയോയിൽ ഇടാം കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ കിട്ടി എന്നുള്ളത് കൂടി ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണണമെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇത് അവർ കോൺടാക്ട് ചെയ്തതാണ്. ഇൻസ്റ്റഗ്രാം വഴിയാണ് കോൺടാക്ട് ചെയ്തത്. നമുക്ക് 10K എബോവ് ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമോ അല്ലെങ്കിൽ യൂട്യൂബോ വഴി നമുക്ക് കൊലാബ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് അവർ തന്നിരിക്കുന്നത്. നമ്മുടെ ലിങ്ക് കാര്യങ്ങൾ അവർക്ക് മെയിൽ അയച്ചു കൊടുക്കുക. പിന്നെ അവർ നമ്മളെ കോൺടാക്ട് ചെയ്തോളൂ. അങ്ങനെയാണ് എനിക്ക് ഈ ഒരു സംഭവം കിട്ടിയിരിക്കുന്നത്. ഇതുപോലെയാണ് കുറേ യൂട്യൂബേഴ്സ് കുറേ സാധനങ്ങൾ എടുത്ത് ഗിഫ്റ്റ് കിട്ടി, അവരയച്ചു തന്നു, ഇവരയച്ചു തന്നു. സംഭവം ഇതുപോലെയുള്ള ഐറ്റംസ് തന്നെയാണ്. അവർക്ക് കൊലാബ് ചെയ്യാൻ വേണ്ടി വരുന്ന പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത്. അപ്പം നമ്മുടെ സോഹ ഇവിടെ എല്ലാവരും സ്റ്റിക്കർ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കത് ഒന്ന് കംപ്ലീറ്റ് ആയോ നോക്കാം. സോഹ കംപ്ലീറ്റ് ആയോ നോക്കട്ടെ. അപ്പോൾ സോഹ എല്ലാറ്റിനും സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോഹ. അപ്പോൾ സോഹനെ ഞാൻ പറഞ്ഞില്ല, ഇടയ്ക്ക് ഇങ്ങനെ ഇതുപോലെ വീഡിയോയിൽ കൊണ്ടുവരണമെന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാലേ ആൾ വരുള്ളൂ അല്ലേ. ഇൻഷാ അല്ലാഹ് വെക്കേഷനിൽ നാട്ടിൽ പോകണമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വെക്കേഷനിൽ നാട്ടിൽ പോകണമെന്നൊക്കെ ഉണ്ട്. കൺഫേം ആയിട്ടില്ല, എന്നാലും കൺഫേം ആയി കഴിഞ്ഞാൽ ഞാൻ ഒന്നുകിൽ നിങ്ങളോട് ഷെയർ ചെയ്യും,
പിന്നെ കുറേ ആൾക്കാർ നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട് നാട്ടിൽ എത്തിക്കഴിഞ്ഞാൽ അവരെ മീറ്റ് ചെയ്യണം ഇവരെ മീറ്റ് ചെയ്യണം. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ പെൻഡിങ് ആണ്. ഞാൻ പറഞ്ഞില്ലേ ഈ വെക്കേഷൻ നമുക്ക് പറ്റുവാണെങ്കിൽ എല്ലാം കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ, പിന്നെ കുറേ പ്രൊമോഷൻസും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ വന്നിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. അതേപോലെ തന്നെ കുറേ ആൾക്കാർ ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഞാൻ പറ്റുന്ന രീതിയിൽ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇന്നൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്യും. കാരണം എനിക്കത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്ത ഒരു കമൻറ്റാണ്. ഒരു ഫേക്ക് ഐ ഡിയിൽ നിന്ന് വന്ന കമൻറ്റാണ്. പക്ഷേ ആ കമൻറ്റ് എന്ന് പറയുന്നത് ഞാൻ അവരോട് റിയാക്ട് ചെയ്തപ്പോൾ അവർ പെട്ടെന്ന് തന്നെ ഡിലീറ്റ് ചെയ്തു, കമൻറ്റ് ഡിലീറ്റ് ചെയ്തു. പക്ഷേ ഞാൻ എന്തായാലും അത് ഷോർട്ട് വീഡിയോ ഇടും. ആ വ്യക്തി കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഷുവറായിട്ടും ഒന്നുകിൽ അതിനെതിരെ ഞാൻ ലീഗൽ ആക്ഷനോ കാര്യങ്ങളോ എടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഫേക്ക് ഐ ഡി ആണെന്ന് മനസ്സിലായി. സ്പോട്ടിന് തന്നെ അവർ പേര് മാറ്റി എല്ലാം മാറ്റി. ഞാൻ അപ്ലോഡ് ചെയ്യാത്ത ഒരു കാര്യത്തെ പറ്റിയാണ് എൻ്റെ വീഡിയോയിൽ കമൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് ഡൗട്ട് ഉണ്ടാവും, കാരണം ഇതാരാ ഇങ്ങനൊരു കമൻറ്റ്. കാരണം ഞാൻ അപ്ലോഡ് ചെയ്യാത്ത കാര്യത്തെ പറ്റി അങ്ങനെ ഒരു കമൻറ്റ് വരുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ അതിന് പിറകെ പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ വേറെ ഒന്നുമില്ലല്ലോ അല്ലേ സോഹ? അപ്പോൾ സോഹ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോഹ. അപ്പോൾ സോഹനോട് ഞാൻ ആ ഒരു താങ്ക്സും കൂടി പറഞ്ഞിട്ടുണ്ട് അല്ലേ? താങ്ക്സ് പറഞ്ഞപ്പോൾ എന്താ പറയുന്നത് തിരിച്ച്? അപ്പോൾ അത് സോഹയുടെ സൈഡിൽ നിന്ന് വന്നിട്ടില്ലല്ലോ. വായി ഓക്കെ. അപ്പോൾ സോഹ വൈൻഡപ്പ് ചെയ്യാൻ പോവാം അല്ലേ? അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. സോഹ പറഞ്ഞോ. സോഹയ്ക്ക് ചെറിയ ഷൈയൊക്കെ ഉണ്ട്. ആൾ ആക്റ്റീവാണ്. പക്ഷേ സ്കൂളിൽ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചേഴ്സിൻ്റെ മുമ്പിൽ സൈലൻ്റ് ആണ്, പക്ഷേ കുട്ടികളുടെ മുമ്പിൽ ആക്റ്റീവാണ് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും സോഹനെയും നമുക്ക് ആക്റ്റീവാക്കി എടുക്കണം അല്ലേ സോഹ? സോഹയ്ക്ക് ചിരി കുറച്ച് കൂടുതലാട്ടോ. പറഞ്ഞോ. മറക്കുന്നു, ആള് മറന്നു പോവാന്ന്. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സേ ബൈ സോഹ. Bye bye. See you soon. Thank you.